ഹൗസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം മാത്രമേയുള്ളൂ: വടകര സ്റ്റോർ. അതിനവിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം. അല്ല. ഹോൾസെയിലായും റീറ്റെയിലായും ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേ ഒരു സ്ഥാപനമാണ് വടകര സ്റ്റോർ. പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും: എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന്. അതും പറയാം. ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മയേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. മാത്രമല്ല, വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ. വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ. മികച്ച വിലയിൽ പഴയ അലൂമിനിയം, സ്റ്റീൽ, ഓട്, ചെമ്പ്, പിച്ചള, ഇരുമ്പ്, പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു. വടകര സ്റ്റോർ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, വടകര. കോഴിക്കോട് ഡിസ്ട്രിക്ട് പോലീസ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മറ്റൊരു സംരംഭമായ പോലീസ് ഭക്ഷണ ക്യാൻറ്റീൻ്റെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി KE ബൈജു IPS നിർവഹിച്ചു. ഹോട്ടലെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, വളരെയധികം ശ്രദ്ധിക്കണം. ഒരു കുഞ്ഞിനെ കൈയും കണ്ണും കാലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് വളർത്തുന്ന പോലെ നമുക്കുള്ളതാണ് ക്യാൻറ്റീൻ ഭക്ഷണ കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടു ഇവിടെ വനിതകളാണ് ഷെഫ് കുക്ക് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട്. പിന്നെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ തന്നെ സൊസൈറ്റി നമുക്ക് വേണ്ടിയിട്ട് കുറേ കാശ് കയ്യിൽ നിന്ന് മുടക്കി, 4 ലക്ഷം രൂപ അതിനുവേണ്ടി മുടക്കിയിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനം. അപ്പോൾ നമ്മളിതിനെ വിജയിപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ ഞാനിപ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ കുക്കിങ് വേണ്ട, ഇവിടുന്ന് തന്നെ ഇവിടെ ചോറ് കഴിച്ച് ഇവിടുന്ന് കഴിക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഈ ആഴ്ച ചേർന്ന് ഞങ്ങൾ ചായ മാത്രമേ കൊടുക്കുള്ളൂ, ഒരു കണക്കാക്കിയിട്ട്. അപ്പോൾ സജീവനോട് ഞാൻ വന്നത് SSB എത്ര ആൾക്കാർക്ക് ചോറ് വേണം, നമ്മുടെ ആൾക്കാർക്ക് ചോറ് വേണം നോക്കിയിട്ട് ചോറ് ഉണ്ടാക്കുക. എനിവേ, നല്ല ആഹാരം തരാനായിട്ട് നമ്മളുടെ ശ്രീമതിമാളെ ഒക്കെ ഷെഫ് ടീമൊക്കെ താല്പര്യം എടുക്കണമെന്ന് മാത്രം റിക്വസ്റ്റ് ചെയ്തുകൊണ്ട്, ഭക്ഷണം തന്നെയാണ് എല്ലാവരും ആരോഗ്യത്തിൻ്റെ പ്രശ്നം. നമ്മളിപ്പോൾ സൂചിപ്പിച്ചു. ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന കടി അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സാധാരണയാണ് നമ്മളിപ്പം സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. നമ്മളെല്ലാ മേഖലയും വർക്ക് ചെയ്ത ആളെക്കൊണ്ട് ഞാൻ പറയാം. സാധാരണ ഒരു ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വണ്ടി നിർത്തി അപ്പം തന്നെ അടുത്ത ചായക്കടയിൽ പോയി ചായ കുടിക്കും, പിന്നെ കടിയും കഴിക്കും, അല്ലേ? എല്ലാം പരിശുദ്ധ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഹെൽമെറ്റ് വെക്കണമെന്ന് പറയില്ല, അപ്പം തന്നെ എന്തോ അത് അങ്ങനെ ഒരു ശീലമായി ഇങ്ങോട്ട് കണ്ട് പരിചയിച്ചാണോ എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ അല്ലെങ്കിൽ പണ്ട് ഞാൻ നാദാവത് ഡ്യൂട്ടി വന്നപ്പോൾ രാത്രി വന്ന് ഇറങ്ങുമ്പോഴേ ഭയങ്കര പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് പല്ലുതാക്കാൻ വെള്ളം കൊണ്ടുപോകും, എവിടെയാണ് കിട്ടുന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ കിട്ടുന്ന സംഗതി ഉപയോഗിച്ച് റെഡിയാക്കുക എന്നുള്ളതാണ്. അതേപോലെ ആയിരിക്കും ഇനിയിപ്പോൾ കുറേ കഴിയുമ്പോൾ ആഹാരം കിട്ടുന്ന വെച്ച് കഴിഞ്ഞപ്പോൾ വന്ന് ഇറങ്ങിയാൽ തന്നെ ചാൻസ് കിട്ടി അപ്പം കടയിൽ പോയി ആഹാരം കഴിക്കും. അതൊരു ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ്. ഏത് എന്ന് നമുക്ക് ഉദ്ദേശിക്കാം. അപ്പം നമുക്ക് നല്ല ആഹാരം തരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സൊസൈറ്റി ആദ്യമായിട്ട് കോഴിക്കോട് ഡിസ്ട്രിക്ട് പോലീസ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് മൾട്ടിപ്പിൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അവർ മുന്നോട്ട് വന്നു. തീർച്ചയായിട്ടും അത് നന്ദി പറയുകയാണ്. ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ നല്ല ക്യാൻറ്റീൻ നടത്തണം. നിങ്ങളെല്ലാവരും അനുഭവത്തോടുകൂടി ക്യാൻറ്റീൻ പ്രവർത്തനം പറഞ്ഞതായി പ്രഖ്യാപിക്കുന്നു. സൊസൈറ്റി സെക്രട്ടറി വത്സരാജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് സുദർശനകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അഡീഷണൽ സൂപ്രണ്ട് ശ്യാംലാൽ, DYSPമാരായ KC സുഭാഷ് ബാബു, പ്രകാശൻ പടനയിൽ, ബെന്നി VV, സുരേഷ് ബാബു L, അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷിജു, മുനിസിപ്പൽ കൗൺസിലർ CK കരീം, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഷീബ മാത്യു, KP രഘുനാഥൻ, മുഹമ്മദ് പുതുശ്ശേരി, R വിജയൻ, രജീഷ് ചെമ്മേരി എന്നിവർ സംസാരിച്ചു. KT നാണു നന്ദി പറഞ്ഞു. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ, ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.